അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ റസൂലിൻ്റെ സന്തത സഹചാരിയും അവിടത്തോട് തൻ്റെ അനുചരരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയമുള്ളവരുമായിരുന്നു മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തായ റസൂലിൻ്റെ ഊടിലും ഉറക്കത്തിലും യാത്രകളിലുമൊക്കെ അവിടത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനേറ്റ് സ്നേഹിച്ചുകൊണ്ട് തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും പരിശുദ്ധ ദീനിനും തിരു റസൂലിനുമായി സമർപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രവാചക സ്നേഹ കഥകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്ത് മതി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മുത്തായ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ശത്രുക്കളുടെ കൊടിയ പീഡനം സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭം. സൗർ ഗുഹക്കകത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അങ്ങനെ അഭയം പ്രാപിച്ച ആ സന്ദർഭം ശത്രുക്കൾ അവരാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഗുഹക്ക് മുകളിലൂടെ നോക്കുന്ന സമയത്ത് ശത്രുക്കളുടെ കാൽപാദങ്ങൾ വരെ കാണാവുന്നൊരു സന്ദർഭത്തിൽ മഹാനവറുകൾ മുത്തായ ഹബീബിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വ്യാകുലതയുണ്ടായപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ആ സന്ദർഭം വിവരിക്കുകയാണ്. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വിഷമിക്കേണ്ട, ഖേദിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. ആ അവസരത്തിൽ റഹ്മാനായ റബ്ബ് തൻ്റെ അടുക്കൽ നിന്നുള്ള സകീനത്തിനെ, മനസ്സമാധാനത്തിനെ അവർക്ക് ഇറക്കി കൊടുക്കുകയാണ്. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അല്ലാഹുവിൻ്റെ സൈന്യത്തിന് അല്ലാഹു തആല ഇറക്കി കൊടുത്തുകൊണ്ട് മഹാനായിരിക്കുന്ന റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സംരക്ഷിച്ച ആ മഹത്തായ ഹിജ്റയുടെ ചരിത്രം വലിയ പാഠമാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപക്ഷെ നമുക്ക് നേരിടേണ്ടി വരും, വിഷമതകൾ ഉണ്ടാകും. ആ സമയത്തൊക്കെ ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ അല്ലാഹു മനസ്സിലേക്ക് സകീനത്തിനെ അയച്ചു തരും. എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഒരു സമാധാനം നൽകണമെങ്കിൽ അല്ലാഹുവിലാണ് അഭയമുള്ളത് എന്നാണ് പരിശുദ്ധമായ ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് പ്രയാസഘട്ടങ്ങളിലും അല്ലാഹു നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, അല്ലാഹു തആല അവന്റെ മലായികത്തുകളുടെ സംരക്ഷണം നമുക്ക് നൽകുമെന്നും ഈ പരിശുദ്ധമായിരിക്കുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോധൈര്യവും അദ്ദേഹം എത്രമേൽ റസൂലിൻ്റെ ജീവിതത്തിൽ ഭാഗമായിരുന്നു എന്നതിനെ കുറിച്ചുമാണ്. മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ദുഃഖത്തിലൂടെ കടന്നുപോയ ആമുൽ ഹുസ്ൻ അടക്കമുള്ള ദുഃഖവർഷം കടന്നുപോയിക്കൊണ്ടിരിക്കെ അവിടുന്ന് ഹബീബിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി, അവിടുന്ന് ഹബീബിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയെ അവന്റെ അടുത്തേക്ക് ആകാശാരോഹണം നടത്തിയ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞതിനു ശേഷം റസൂലുള്ളാഹി തിരിച്ചു വന്ന് തൻ്റെ മക്കാ നിവാസികളോട് ഈ വിവരം പറയുകയാണ്. ഞാൻ ഇന്നലെ രാത്രിയുടെ ഒരല്പഭാഗം കൊണ്ട് ഫലസ്തീനിലേക്കും അവിടെ നിന്ന് അല്ലാഹുവിങ്കിലേക്കുമുള്ള ആകാശാരോഹണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കുകൾ അടക്കമുള്ള ആളുകൾ റസൂലുള്ളാഹിയെ പരിഹസിക്കുന്നതിന് വേണ്ടിയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയും തയ്യാറായി. ആ ഒരു അവസരം മുതലെടുക്കുന്നതിന് വേണ്ടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണല്ലയോ സിദ്ദീഖ്, നീ കേട്ടില്ലേ, നിന്റെ സ്നേഹിതൻ ഇന്നലെ രാത്രിയുടെ ഒരംശം കൊണ്ട് ഫലസ്തീനിലേക്കും അവിടെ നിന്ന് ഏഴാകാശങ്ങളും കടന്ന് സഞ്ചരിച്ചു അത്രേ
എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് പറയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണോ എങ്കിൽ അത് സത്യമായിരിക്കും. അവിടെയാണ് മഹത്തുക്കൾ പരിശുദ്ധ ദീൻ അദ്ദേഹം സുദ്ദീഖ് എന്ന് പറയുന്ന സ്ഥാനപ്പേര് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രമേൽ റസൂലുള്ളാഹിനെ വിശ്വസിച്ച ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനിന്റെ താങ്ങും തണലുമായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് സുഹാബികളൊക്കെ എത്രയാണ് മഹാനായ അബൂബക്കർ എന്നവരുടെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരകളെ കുറിച്ച് പറഞ്ഞത് അബൂബക്കറിൻ സയ്യിദുന വഖൈറുന വഅഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ എന്നവർ ഞങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനും ഞങ്ങളുടെ നേതാവും ഞങ്ങളുടെ കൂട്ടത്തിൽ റസൂലിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരുമായിരുന്നുവെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. ഈ ഒരളവിൽ അതുകൊണ്ടാണല്ലോ സ്വഹാബികൾ ഐക്യകണ്ഠേന റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഖലീഫയായി നിയമിച്ചത്. ആ അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ ചരിത്രം നമ്മൾ ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽക്ക് തന്നെ ഒരു മുസ്ലിം എന്ന നിലക്ക് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ചരിത്രമാണ്. കൊടിയ പീഡന പർവ്വങ്ങളാണല്ലോ ഹബീബായ റസൂലുള്ളാഹിക്ക് മക്ക മുശ്രിക്കുകളുടെ അടുത്തുനിന്ന് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഏൽക്കേണ്ടി വന്നത്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നിവരോട് റസൂലുള്ളാഹി ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നുബൂവത്തിന്റെ ആദ്യ വർഷങ്ങളിൽ മുശ്രിക്കുകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശക്തമായ മർദ്ദനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഈ മുശ്രിക്കുകളുടെ നേതാവായ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് ഹബീബിന്റെ അടുത്തേക്ക് വരികയും ഫവളഅ റിദാഅഹു, അയാളുടെ തട്ടമെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ഫീ ഉനുഖിഹി ഫഖനഖഹു ബിഹി ഖനഖൻ ശദീദാ, അങ്ങനെ റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടുകൊണ്ട് അത് ശക്തമായി മുറുക്കുകയും ചെയ്ത് റസൂലുള്ളാഹിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആ നരാധമൻ ഒന്നുകൊണ്ട് റസൂലുള്ളാഹിനെ ഉപദ്രവിച്ച സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത്തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളൊരു വ്യക്തിയെ കൊല ചെയ്യുകയോ എന്ന് മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിനെ പ്രതിരോധിച്ച സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഓരോ ജീവിതത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന നുബൂവത്തിന്റെ തുടക്ക കാലഘട്ടത്തിലും റസൂലുള്ളാഹിക്ക് താങ്ങായി തണലായി നിന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തോട് വലിയ സ്നേഹമായിരുന്നു. മഹാനവറുകളെ മുമ്പിലെത്താൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ച ചരിത്രം നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി ഒരിക്കൽ തന്റെ സ്വഹാബികളോട് അനുചരരോട് സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അന്നേ ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, അൽ യൗമ അസ്ബിഖു അബാ ബക്കരി, ഇന്നേ ദിവസം ഞാൻ മഹാനായ അബൂബക്കർ എന്നവരെ മുൻകടക്കും. അദ്ദേഹം നൽകുന്നതിൽ അപ്പുറത്തുള്ള സമ്പത്ത് നൽകി നന്മയുടെ വിഷയത്തിൽ ഞാൻ മുൻപന്തിയിലാകുമെന്ന് വലിയ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തെ മറികടക്കണം എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ ഒരു ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന സമയത്ത് മഹാനവറുകളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ, മാ അബ്ഖൈത ലി അഹ്ലിക, നിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗമാണ് നീ ഇവിടെ കൊണ്ടുവന്നത്, നിന്റെ അഹ്ലിന് വേണ്ടി നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി നീ എന്താണ് നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ച സമയത്ത് മഹാനവറുകൾ മറുപടി കൊടുക്കുകയാണ്, മിസ്ലഹു, ഇതുപോലെ, അതായത് സമ്പത്തിന്റെ പകുതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതുപോലെ ഒരു വിഹിതം സമ്പത്തിന്റെ പകുതി ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി അബൂബക്കർ എന്നവരോട് ചോദിക്കുകയാണല്ലയോ അബൂബക്കർ, യാ അബാ ബക്രിൻ മാ അബ്ഖൈത ലി അഹ്ലിക, എന്താണ് നിങ്ങൾ താങ്കളുടെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചത് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂല, ഞാൻ അവർക്ക് വേണ്ടി അല്ലാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ തന്റെ സമ്പത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ ആ ഒരു ആഹ്വാനം അനുസരിച്ചത് പ്രകാരം പരിശുദ്ധ ദീനിന് വേണ്ടി നൽകാൻ, പരിശുദ്ധ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്യാൻ അദ്ദേഹം തയ്യാറായപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലാ അസ്ബിഖുഹു ഇലാ ഷൈഇൻ അബദാ, അദ്ദേഹത്തിനോട് ഒരു വിഷയത്തിലും എനിക്കൊരു കാലത്തും മുൻകടക്കാൻ കഴിയില്ല എന്ന് വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആണയിടുകയാണ്. അത്രമേൽ മഹത്തരമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നവരുടെ സ്ഥാനം. റസൂലുള്ളാഹി പറയുകയുണ്ടായല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തുലാസിലും ഈ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ അബൂബക്കർ എന്നിവരുടെ ഈമാനിന്റെ തുലാസായിരിക്കും ഖനം തൂങ്ങുക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, ലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖൽതു അബാബക്കറിൻ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ ഖലീലാക്കുമായിരുന്നുവെങ്കിൽ, ഉറ്റ സ്നേഹിതനാക്കുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കറിനെ ഞാൻ ആക്കുമായിരുന്നു. വലാകിൻ അഖി വസ്വാഹിബി, പക്ഷേ അദ്ദേഹം എൻ്റെ സഹോദരനും എൻ്റെ അനുചരനുമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളയും മഹാനായ അബൂബക്കർ എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും ഉഹുദ് മലയുടെ മുകളിൽ കയറിയ സമയത്ത് ഉഹുദ് മല ഇങ്ങനെ വിറച്ചുവെന്നാണ്. അത് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്ബുതു ഉഹുദ്, നീ അടങ്ങ്. ഫഇന്നമാ അലൈക നബിയ്യുൻ, തീർച്ചയായും നിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പ്രവാചകനാണ്. വസുദ്ദീഖ്, ഒരു സുദ്ദീഖും വശഹീദാനി, രണ്ട് രക്തസാക്ഷികളുമാണെന്ന് മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു നൽകിയ സ്ഥാനപ്പേരാണ് സുദ്ദീഖ്, ഏറ്റവും കൂടുതൽ വാസ്തവമാക്കുന്നവൻ എന്നാണ് അതിൻ്റെ വാക്കിലർത്ഥം. അതിനുള്ള കാരണം നമ്മൾ പറയുകയുണ്ടായി. റസൂൽ എന്തുകൊണ്ടുവന്നോ അതൊരക്ഷരം പോലും വിടാതെ, അതിനൊരാശയം പോലും വിടാതെ അതേപടി വിശ്വസിച്ചവരായിരുന്നു മഹാനായിരിക്കുന്ന അബൂബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. ദീനിന്റെ വിഷയത്തിൽ ആരോടും കൂശാത്ത മഹാധൈര്യശാലിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവർ. പരിശുദ്ധ ദീനിൽ ഏകദേശം 38ഓളം ആളുകൾ മാത്രമുണ്ടായിരുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂൽ രഹസ്യ പ്രബോധനവുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ എന്നവർ എന്നും റസൂലിനോട് പറയും, റസൂൽ നമുക്ക് പരസ്യമായി ചെയ്യണം. പക്ഷെ റസൂലൊക്കെ അവിടുന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് റസൂൽ എന്ന് പറയും, യാ അബൂബക്കറിൻ, ഓ അബൂബക്കറെ, ഇന്നാ ഖലീലുൻ, നമ്മൾ വളരെ കുറച്ചാളുകളാണുള്ളത്, പരസ്യ പ്രബോധനത്തിന്റെ ഘട്ടം എത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും ഓരോ കബീലകളായിക്കൊണ്ട് മസ്ജിദിന്റെ വിവിധ മൂലകളിലായി കുടുംബങ്ങളായി വേർതിരിഞ്ഞിരിക്കുകയും മഹാനായിരിക്കുന്ന അബൂബക്കർ എന്നവർ അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ തുനിഞ്ഞ മാത്രയിൽ മക്ക മുശ്രിക്കുകൾ പാഞ്ഞെടുക്കുകയും വളരെ കിരാതമായി മഹാനായ അബൂബക്കർ എന്നവരെ ആക്രമിക്കുകയും ചെയ്ത ചരിത്ര സംഭവം നമുക്ക് കാണാം. ഉത്ബത്ത് ബിൻ റബീഅ എന്ന ശത്രു വന്നുകൊണ്ട് മഹാനവറുകളുടെ വയറ്റത്ത് ഇടിക്കുകയും ചെരുപ്പുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശക്തമായി മൂക്ക് അരയുന്ന രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു. മൂക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള അടയാളം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മഹാനായ അബൂബക്കർ എന്നവരുടെ കുടുംബക്കാരായ ബനു തൈം ഗോത്രക്കാർ അവർ വന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും അവരുടെ വീട്ടിലേക്ക് ആക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഹദീസ് പറയുന്ന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വലാ യശുക്കൂന ഫീ മൗതിഹി, മുശ്രിക്കുകൾ ഉറപ്പിച്ചിരുന്നു അബൂബക്കർ എന്നവർ അദ്ദേഹം മരണപ്പെട്ടു പോകും, അത്രമേൽ കൊടിയ മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നത് എന്നവർ ധരിച്ചിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ ഈ കൊടിയ അക്രമത്തിന്റെ പരിക്കിന്റെ വിഷമതകളിൽ നിന്ന് അദ്ദേഹത്തിനൊരൽപ്പം ആശ്വാസം കിട്ടിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്താണ്? മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? അള്ളാഹിന്റെ റസൂലിന് അവരെന്തെങ്കിലും ചെയ്തോ? എന്താണ് ഉണ്ടായത് എന്നുള്ള മഹാവ്യാകുലതയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവർക്ക്. മഹാനവറുകളുടെ അന്ന് അമുസ്ലിമായിരുന്ന മാതാവിനോട് മഹാനവറുകൾ നിരന്തരം ചോദിക്കുകയാണ്, അള്ളാഹിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം നിരന്തരം ചോദിച്ച സമയത്ത് മാതാവ് പറഞ്ഞുവെന്നാണ്, വല്ലാഹി മാലി ഇൽമുൻ ബിസ്വാഹിബിക, അള്ളാഹുവാണേ നിന്റെ ചങ്ങാതിയെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് അവിടുന്ന് മാതാവ് പ്രത്യുത്തരം നൽകുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് സമാധാനമായോ? ഇല്ല. തന്റെ ഉമ്മയോട് പറയുകയാണ്, ഇദ്ഹബി ഇലാ ഉമ്മി ജമീലിൻ ബിൻതിൽ ഖത്താബ് ഫസ്അലിഹാ അൻഹു, എങ്കിൽ നിങ്ങൾ ഖത്താബിന്റെ മകൾ ഉമ്മു ജമീലയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് എന്താണ് റസൂലിന് സംഭവിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. അവർ മുസ്ലിമായിരുന്നു, അതുകൊണ്ട് അവരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്താണ് റസൂലിന് സംഭവിച്ചതെന്ന് നിങ്ങൾ ആരാഞ്ഞിട്ട് വരൂ എന്ന് ഉമ്മയോട് നിരന്തരം ചോദിക്കുകയായിരുന്നു മഹാനായ സിദ്ദീഖ് എന്നവർ. മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ മാതാവ് ഉമ്മു ജമീൽ എന്നവരുടെ അടുത്തേക്ക് ചെല്ലുകയും എന്താണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവർ വിശ്വാസിയല്ലല്ലോ, അവർ ചോദിച്ചാരാഞ്ഞ സമയത്ത് മഹദിയായ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവിടുന്ന് മറുപടി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഇവരെന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് വരുന്നത്? റസൂലുള്ള എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായാണോ ഇവർ വരുന്നത് എന്ന നിശ്ചയമില്ലാത്തതിനാൽ മഹദി അവിടുന്ന് മറുപടി കൊടുക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് മറുപടി നൽകുകയാണ് ആ മഹദി ചെയ്തത്. മാ അഅരിഫു അബാ ബക്രിൻ വലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് മഹദിയായ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവിടുന്ന് മറുപടി കൊടുത്തു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയ മഹാനായ അബൂബക്കർ എന്നവരുടെ മാതാവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ എൻ്റെ മകൻ അബൂബക്കറിന്റെ അടുത്തൊന്ന് വന്ന്
വിവരങ്ങൾ നേരിട്ട് അവരോടൊന്ന് ധരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹദി അവിടുന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ആ അവസ്ഥ കണ്ട മാത്രയിൽ മഹദി അവിടുന്ന് അട്ടഹസിച്ചു പോയി എന്നാണ്. കാരണം അത്രമേൽ പരിക്ക് ബാധിച്ചുകൊണ്ട് അക്രമങ്ങൾക്കിരയായിക്കൊണ്ടാണ് മഹാനവറുകൾ അവിടെ കടന്നിരുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവർ അട്ടഹസിച്ചുകൊണ്ട്, നിങ്ങളെ ഇങ്ങനെ ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് മഹദിയായിരിക്കുന്ന ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാം. അങ്ങനെ തന്റെ മാതാവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്ന ആ ചോദ്യം, അതേ ചോദ്യം മഹാനവറുകൾ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. ഫമാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടെന്താണ് പ്രവർത്തിക്കപ്പെട്ടത്? ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും പറ്റിയോ എന്നുള്ള വ്യാകുലത അവിടെ പങ്കുവെക്കുമ്പോൾ മഹദി അവിടുന്ന് പറയുകയാണ്, ഹാദിഹി ഉമ്മുക തസ്മഉ, നിങ്ങളുടെ ഉമ്മയല്ലേ, കേട്ടാൽ വല്ല വിഷയവും ഉണ്ടാകുമോ എന്ന് മഹദി അവിടുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഫലാ ശൈഉൻ അലൈക മിൻഹ, ആ ഉമ്മയൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ധൈര്യമായി പറയണമെന്ന് പറഞ്ഞപ്പോ സ്വാലിമുൻ സ്വാലിഹുൻ, അദ്ദേഹം രക്ഷപ്പെട്ടവനായി നല്ല ഒരു കുഴപ്പവുമില്ലാതെ അവിടെ അർഖമിന്റെ വീട്ടിൽ ഉണ്ടെന്ന് മഹദി അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അനുരാഗിയുടെ ഹൃദയം പോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം തുടിക്കുകയാണ്. എങ്ങനെയും അല്ലാഹുവിന്റെ റസൂലിനെ ഉടനടി കണ്ടുമുട്ടണം. ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂഖ തുആമൻ വലാ അശ്റബു ശറാബൻ ഔ ഊതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നിരാഹാരം പിടിക്കാൻ തയ്യാറാവുകയാണ്. വല്ലാഹി ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂഖ തുആമൻ വലാ അശ്റബു ശറാബ, അല്ലാഹുവാണേ, ഞാൻ ഇനൊരു പാനീയം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഇല്ല. ഔ ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ എൻ്റെ അടുക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ റസൂലിനെ ഇനി കാണുന്നതുവരേക്ക് ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ശപഥം ചെയ്യുകയാണ്. അദ്ദേഹം നിരാഹാരത്തിന് പ്രഖ്യാപനം നടത്തുകയാണ്. ഇത്രമേൽ ശരീരത്തോട് ചേർന്ന് നിന്ന് മനസ്സിനോട് ചേർന്ന് നിന്ന് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ച ലോകത്തിലെ ആദ്യ വ്യക്തിയാണ്, ഇനി ആർക്കും മറികടക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിനുടമയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജനങ്ങളെല്ലാം അടങ്ങിയ സമയത്ത് മഹാനായിരിക്കുന്ന അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ച മുത്തായ റസൂലിന്റെ സവിധത്തിലേക്ക് മഹാനായ അബൂബക്കർ എന്നവരെ താങ്ങിയെടുത്തുകൊണ്ട് ഇവർ ചെല്ലുകയാണ്. അങ്ങനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിലേക്ക് തിരിയുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അവിടുന്ന് റസൂലുള്ളാഹി മഹാനായ അബൂബക്കർ എന്നവരുടെ എന്താണ് ആ രംഗമെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഒരു റസൂലിനോട് തൻ്റെ അനുയായിക്കുണ്ടാകുന്ന അഗാധമായ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ ആ രംഗം മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ശത്രുക്കൾ എന്നെ അടിച്ചതിലോ തുഴിച്ചതിലോ ഒന്നുമല്ല അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് വിഷയമുള്ളത്. വഹാദിഹി ഉമ്മി ബർറത്തും ബിവലദിഹ, ഇതെൻ്റെ ഉമ്മയാണ് റസൂലേ. ആ ഉമ്മ തൻ്റെ കുട്ടിയോട്, അതായത് എന്നോട് വലിയ സ്നേഹവും വലിയ കരുണയും വലിയ ഗുണങ്ങളും ചെയ്യുന്നവരാണ്. അൻത മുബാറക്കുൻ, നബിയെ നിങ്ങളാണെങ്കിൽ ബറക്കത്താക്കപ്പെട്ടവരാണല്ലോ. ഫദ്ഉഹാ ഇലല്ലാഹി, അങ്ങനെ അല്ലാഹുവിലേക്ക് നബിയെ ഈ ഉമ്മയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അസല്ലാഹു അയ്യസ്തൻഖിദഹാ മിനന്നാർ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ദുആ ചെയ്യുന്നത് കൊണ്ടൊരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ അതാണ് എനിക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ശത്രുക്കൾ എന്നെ മർദ്ദിച്ചതോ അവരെന്നെ ഉപദ്രവിച്ചതോ അതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ ഈ ഉമ്മ എന്നോട് വല്ലാതെ ഗുണവും കരുണയും ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും മഹാനായ അബൂബക്കർ എന്നവരോട് മാതാവ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് സീറത്തു ഇബ്നു കസീറിൽ നമുക്ക് കാണാൻ കഴിയും. മഹത്തായിരിക്കുന്ന ഹിജ്റയുടെ വേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻവശത്തു കൂടി കുറച്ചു നേരം അബൂബക്കർ എന്നവർ നടക്കും. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും വലതുവശത്തു കൂടെ ശത്രുക്കൾ വരുമോ, അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് വലതുവശത്തേക്ക് മാറും. അങ്ങനെ പിന്നെ തോന്നും ഇടതുവശത്തു കൂടെ വരുമോ, അങ്ങനെ ഇടതുവശത്തേക്ക് മാറും. ഇങ്ങനെ റസൂലിനെ വലയം ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ ആ മഹിതമായ യാത്രയുടെ കഥകൾ മാത്രം മതി അദ്ദേഹത്തിൻ്റെ വലിപ്പവും വണ്ണവും എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ പരിശുദ്ധമായ ഹിജ്റ വേളയിൽ അദ്ദേഹത്തിനു വേണ്ടി കുടിക്കാൻ സ്വർഗീയമായ പാനീയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുമെന്ന വാക്ക് കേട്ട് അദ്ദേഹം ആശ്ചര്യം പൂണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വലിയ ഇൻദല്ലാഹി ഹാദിഹിൽ മൻസില, അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് ഇത്രയൊക്കെ സ്ഥാനമുണ്ടോ
എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അബൂബക്കർ എന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു പറച്ചിലുണ്ട്, നഅം വ അഫ്ളലു, ഇത്ര മാത്രമല്ല ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മഹത്വം അല്ലാഹുവിങ്കൽ നിങ്ങൾക്കുണ്ട് അബൂബക്കറെ. മാത്രമല്ല ലാ യദ്ഖുലുൽ ജന്നത മുബഗിലുക, അബൂബക്കർ എന്നവരെ നിങ്ങളോട് ദേഷ്യം വെക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലൗ കാന ലഹു അമലു 70 നബിയൻ, 70 അമ്പിയാക്കളുടെ അമൽ അവരുണ്ടെങ്കിൽ പോലും അബൂബക്കർ എന്നവരെ അംഗീകരിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് അള്ളാഹിന്റെ റസൂൽ അവിടുന്ന് വലിയ മഹത്വം കൽപ്പിച്ച മഹാനവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതവും റസൂലിനോടുള്ള സ്നേഹവും നമുക്കൊക്കെ നൽകുന്നത് വലിയ പാഠങ്ങളാണ്. നമ്മൾ എവിടെയാണ് അവരെ തൊട്ടൊക്കെ നിൽക്കുന്നത്? അവർ കടക്കേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. നമുക്കതിന് സാധ്യമാകുമോ നമ്മുടെ ഈ ജീവിതം കൊണ്ടും നമ്മുടെ അമലുകളെ കൊണ്ടും എന്ന് നാം ഓരോരുത്തരും പ്രത്യേകം ചിന്തിച്ചുകൊണ്ട് അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ മദദ് കൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സമയവും റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വത്തിനുടമയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവർ. ഇൻഷാ അല്ലാഹ് മുഴുവൻ ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു ക്ലാസ്സിലാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനോരുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള സന്ദർഭമായി ഒരവസരമായി പരിശുദ്ധമായിരിക്കുന്ന ഈ റബീഉൽ അവ്വലിനെ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.